അടുത്ത പഠിക്കാൻ പോകുന്നത് ഗുപ്ത പീരീഡ്. ഓക്കെ, നമ്മൾ മൗര്യ ദിനാസ്റ്റിയെ പറ്റി നമ്മൾ പഠിച്ചു, പോസ്റ്റ് മൗര്യ ദിനാസ്റ്റിയെ പറ്റി കാര്യങ്ങളൊക്കെ പഠിച്ചു, പല ചെറിയ ചെറിയ കിങ്ഡംസ് ഒക്കെ പുറത്തേക്ക് വരുന്നതായിട്ട് നമ്മൾ കണ്ടു. അതിനുശേഷം ഇനി ഗുപ്ത പീരീഡ്. ഗുപ്ത പീരീഡ് എന്ന് പറഞ്ഞാൽ വളരെ അധികം ആർട്ടും കൾച്ചറും റിലീജനും ഒക്കെ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ടൈപ്പ് ഓഫ് ഡിനാസ്റ്റിയാണ് ഗുപ്ത. ആ ഒരു കാലഘട്ടം വളരെ ഗോൾഡൻ പീരീഡ് ഇൻ ഹിസ്റ്ററി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു പീരീഡാണ്. സോ ഇവിടെ നമ്മൾ ആദ്യം ഇതിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ്, നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെ അത് പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് നോക്കുന്നത്. സോ അതേപോലെ തന്നെ ഈ ഗുപ്ത ഡിനാസ്റ്റി ആരാണ് ഫൗണ്ട് ചെയ്തതെന്ന് നോക്കണം. എപ്പോഴും നിങ്ങൾക്ക് 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണിത്. സോ ശ്രീഗുപ്തയാണ് ഗുപ്ത പീരീഡ് ഗുപ്ത ഡിനാസ്റ്റി ഫൗണ്ട് ചെയ്തത്. മീൻസ് ദ ഫൗണ്ടർ ഓഫ് ഓർ ഗുപ്ത ഡിനാസ്റ്റി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ശ്രീഗുപ്ത. ദെൻ അതിനുശേഷം ഇത് പ്രധാനമായിട്ടും ഇത് വൈശ്യാസ് ആണ് കേട്ടോ. കാരണം അത് പറയാനായിട്ടുള്ള കാരണം എന്താന്ന് വെച്ചാൽ ബ്രാഹ്മൺസിന്റെ ഡോമിനേഷൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ക്ഷത്രിയാസും ഉണ്ടായിരുന്നു. സോ വൈശ്യാസും ശൂദ്രാസും ഒന്നും അല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം ഇവിടെ പറയുന്നത്. മിക്കപ്പോഴും ഈ ഗുപ്ത ഡിനാസ്റ്റി എന്ന് പറയുന്നത് ശൂദ്ര എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നുള്ള രാജാക്കന്മാരായിരുന്നു. അവർക്കും രാജാക്കന്മാരാവാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു, അതാണ് പറയുന്നത്. ഓക്കെ, ഇത് ബീഹാർ ആ ഒരു റീജിയനിൽ തന്നെയാണ് ഈ പറയുന്ന ഗുപ്ത ഡിനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത്. ഇതിൻ്റെ അത് ആദ്യത്തെ ഏറ്റവും ഒരു റിയൽ ഫൗണ്ടർ ഓഫ് ദ എംപയർ. ഓക്കെ, ഡിനാസ്റ്റി എന്ന് പറയുന്ന ഒരു രാജവംശം, പക്ഷെ ഒരു എംപയർ, ഒരു സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വലുതാണ്. ഓക്കെ, കുറച്ചും കൂടെ ഏരിയ അവിടെയുണ്ട്. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ റിയൽ ഫൗണ്ടർ ഓഫ് ഗുപ്ത എംപയർ, ഡിഫറൻസ് മനസ്സിലാക്കണം. ഫൗണ്ടർ ഓഫ് ഗുപ്ത ഡിനാസ്റ്റി ആൻഡ് ഫൗണ്ടർ ഓഫ് ഗുപ്ത എംപയർ. എംപയർ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്തനാണ്. ഓക്കെ, ചന്ദ്രഗുപ്ത 1. ഓക്കെ, ചന്ദ്രഗുപ്ത 1 ആണ്. സോ ഇത് ഏകദേശം AD 319 കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഗുപ്ത എംപയർ ആയിട്ട് വളർന്നത്. ദെൻ അദ്ദേഹത്തെ മീൻസ് അവര് ഈ പറയുന്ന അവരുടെ പേരിനോടൊപ്പം മഹാരാജാതിരാജ എന്നൊക്കെ ചേർക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു ഡിവൈൻ നെയിമിന് വേണ്ടിയിട്ടായിരുന്നു, ദിവ്യമായിട്ടുള്ള ഒരു എല്ലാം ദിവ്യത്വമാണ്, ദൈവത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലാണ് രാജാതിരാജ എന്നൊക്കെ പറയുന്ന ഒരു ക്യാപ്ഷനും കൂടെ അവരുടെ വിക്രമാദിത്യ മഹാരാജാതിരാജൻ എന്നുള്ള രീതിയിലുള്ള ഒരു പേര് കൂടെ കൊടുക്കാറുണ്ടായിരുന്നു. കിങ് ഓഫ് കിങ്സ്, രാജാക്കന്മാരുടെ രാജാവ് എന്നുള്ള രീതി. അതിന് ഇവിടെ ഈ ചന്ദ്രഗുപ്ത പീരീഡിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻസ് ഒക്കെ നമുക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. തന്നെ അതേപോലെ ഇതൊരു എംപയർ ആക്കണമെങ്കിൽ നമ്മൾ ഇതിനു മുമ്പുള്ള ചാപ്റ്ററിലും പഠിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്, മറ്റ് നെയ്ബേഴ്സ് ആയിട്ടുള്ള കിങ്ഡംസുമായിട്ടൊരു ഒന്നുകിൽ ഒരു സ്ട്രോങ് ബ്രദർഹുഡ്, ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ള റൂളേഴ്സ് ആണെങ്കിൽ ബ്രദർഹുഡ്, അപ്പൊ അറ്റാക്ക് ചെയ്യത്തില്ല. 2 മാട്രിമോണിയൽ അലയൻസ്, ഓക്കെ, വിവാഹങ്ങൾ, പല സ്ഥലത്ത് നിന്ന് പല വിവാഹങ്ങളും കഴിക്കും. 3ാമത്തേത് വീക്ക് റൂളേഴ്സിനെ ഇവര് ഡിഫീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ആ ലാൻഡ് ഇവരുടെ റീജിയനുമായിട്ട് ചേർത്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് എംപയർ ഉണ്ടാക്കുന്നത്. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഇവിടുത്തെ ഗുപ്ത കിങ്ങും ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ സമുദ്രഗുപ്ത, ചന്ദ്രഗുപ്തന് ശേഷം വന്ന ആളാണ് സമുദ്രഗുപ്ത. ഓക്കെ, ഇദ്ദേഹത്തിന്റെ മകനാണ്, ചന്ദ്രഗുപ്തന്റെ മകനാണ് സമുദ്രഗുപ്ത. ദെൻ ഇദ്ദേഹത്തിനും ഒരു പോളിസി ഓഫ് അനക്സേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഡിഫീറ്റ് ചെയ്യുന്നു റൂളേഴ്സിനെ, നാഗ റൂളേഴ്സിനെയൊക്കെ ഡിഫീറ്റ് ചെയ്തിട്ട് കുറെ ഏരിയാസ് ഒക്കെ ഗുപ്ത എംപയറിനോട് ചേർത്ത് വെച്ചിട്ടുള്ള ആളാണ്. ദെൻ ഈ ഒരു കാലഘട്ടത്തിലും ലിറ്ററി വർക്ക്സ്, അതേപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അതൊക്കെ ഉപയോഗിച്ചതായിട്ട് ഈ പറയുന്ന ചന്ദ്രഗുപ്തന്റെ സൺ ഉപയോഗിച്ചതായിട്ടുള്ള എവിഡൻസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ അതേപോലെ ഈ കാണിച്ചിരിക്കുന്ന ഗുപ്ത പീരീഡ് ആണേ, നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഇത് കാണാം. ദ ഗുപ്ത എംപയർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഒരു 4th സെഞ്ചുറിയോടുള്ള കാലഘട്ടത്തിലാണ് ഈ പറയുന്ന റീജിയൻസ് ആണ് ഇതിന്റെ അകത്ത് വരുന്നത് ഫുള്ള്. ഓക്കെ, ഇതെല്ലാം നോർത്ത് ബേസ്ഡ് ആയിട്ടാണ് കൂടുതലും. കാരണം താഴേക്ക് വരുമ്പോഴത്തേക്കും പാണ്ഡ്യ, പല്ലവ, ചോളാസ് ഇവര് 3 പേരുമായിരിക്കും മെയിൻ ആയിട്ടുള്ള റൂളേഴ്സ്. അതിനുശേഷം ചന്ദ്രഗുപ്ത 2 നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ് വിക്രമാദിത്യൻ. വിക്രമാദിത്യൻ വേതാള കഥ ഒരുപാട് കേട്ടുണ്ടാവുമല്ലോ. സോ ഈ ചന്ദ്രഗുപ്ത 2 ആണ് വിക്രമാദിത്യ എന്നുള്ള പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ എംപയർ ചേർക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, മെറ്റമോളിയൻ അലയൻസ്, അതേപോലെ
റോയൽ ഡിനാസ്റ്റീസ് ഒക്കെ ആയിട്ടുള്ള മാട്രിമോണിയൽ അലയൻസ്, ദെൻ സ്ട്രോങ് ബ്രദർഹുഡ് ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളാണ്. ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ മാട്രിമോണിയൽ അലയൻസ് ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒന്ന് കുവർനാഗ എന്ന് പറയുന്ന നാഗ പ്രിൻസസ്, ഓക്കെ, നാഗ ഡിനാസ്റ്റിയിലുള്ള പ്രിൻസസിനെയാണ് ഈ പറയുന്ന വിക്രമാദിത്യൻ വിവാഹം ചെയ്തിട്ടുള്ളത്. അതിൽ അദ്ദേഹത്തിന് പ്രഭാവതി എന്ന് പറയുന്ന ഒരു മകൾ ഉണ്ടായിട്ടുണ്ട്. ഇവര് ഈ പ്രഭാവതിയെ വിവാഹം ചെയ്തിട്ടുള്ളത് വകടക ഡിനാസ്റ്റി, ഇത് ഡെക്കാൻ റീജിയനിലുള്ള ഒരു ഡിനാസ്റ്റി. ഈ ഡിനാസ്റ്റിയിലുള്ള രുദ്രസേന ടു എന്ന് പറയുന്ന രാജാവുമായിട്ട്. അപ്പോൾ മകളുടെ ഭർത്താവാണ് വകടക ഡിനാസ്റ്റിയിലുള്ളത്. അപ്പോൾ ഒരിക്കലും ഈ രുദ്രസേന ടു മരണപ്പെട്ടു പോവുകയും പിന്നീട് മൈനറായിട്ടുള്ള അവരുടെ മകൻ, ഈ പ്രഭാവതിയുടെയും രുദ്രസേനയുടെയും മകനും പ്രഭാവതിയും കൂടെയാണ് ആ ഡിനാസ്റ്റി കൺട്രോൾ ചെയ്തിരുന്നത്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫാദർ ആയിട്ടുള്ള നമ്മുടെ വിക്രമാദിത്യനും കൂടെ ചേർന്ന്. അപ്പോൾ ഈ വകടക എന്ന് പറയുന്ന ഡിനാസ്റ്റി ഡെക്കാൻ റീജിയനിലുള്ള ഡിനാസ്റ്റിയുമായിട്ട് ചേർന്ന് തന്നെ നിൽക്കുകയും ചെയ്യും. അവിടുന്ന് മറ്റ് ത്രെട്ടോ ഭീഷണികളൊന്നും ഉണ്ടാവത്തില്ല, ഇൻവാഷൻസ് ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അതാണ് ഇവിടെ ഈ രീതിയിലുള്ള മാട്രിമോണിയൽ അലയൻസ് ആണ് ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ എംപയർ അതേപോലെ കൊണ്ടുപോകാനായിട്ട്. അതിനുശേഷം ഇതിന്റെ ഡിക്ലൈൻ വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന്റെ മകനാണ് കുമാരഗുപ്ത. ഈ കുമാരഗുപ്ത എന്ന് പറഞ്ഞാല് ഒരുപാട് കാര്യങ്ങൾ ഈ എംപയർ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഹൂനൻസ് ഇൻവാഷൻ വന്നു. ഹൂനൻസ് എന്ന് പറയുന്നത് മറ്റൊരു ടൈപ്പ് ഓഫ് ട്രൈബ്സ് ആണ്. ഇവരുടെ ഇൻവാഷൻ വന്നു. അത് വളരെ നമ്മൾ ഈ കാടത്തരം എന്നൊക്കെ പറയത്തില്ല, അതേ രീതിയിൽ ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഈ ഒരു കാലഘട്ടത്തിൽ ഇവരും കൂടെ വരെയും വളരെ ക്രൂരമായിട്ടുള്ള ക്രൂവൽ അറ്റാക്സ് ആയിരുന്നു ഈ കാലഘട്ടത്തിൽ നടന്നിരുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന കുമാരഗുപ്തയുടെ കാലത്തൊട്ട് ഇത് ക്ഷയിക്കാൻ തുടങ്ങിയത്. സോ അതിനുശേഷം പിന്നീട് ഹൂനൻ ഇൻവാഷൻ ഒരു തവണയല്ല പലതവണയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പലതവണയായിട്ടുള്ള ഹൂനൻ ഇൻവാഷൻസ് ഇതെല്ലാം ഈ തട്ടിയെടുക്കുക, മോഷണം നടത്തുക ഒക്കെ ആയിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഇൻവാഷൻസ് വരുന്നു. അത് ഇതിന് ശേഷം കുമാരഗുപ്തയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകനുള്ള സ്കന്ദഗുപ്ത നെക്സ്റ്റ് റൂളറാണ്. ഇദ്ദേഹത്തിനൊക്കെ ഈ പറയുന്ന അറ്റാക്കുകൾ വരുന്നു. അങ്ങനെയാണ് ഗ്രാജുവലി ഗുപ്ത വീക്ക് ആവാൻ തുടങ്ങിയത്. ദെൻ ഇതെല്ലാം ഗുപ്ത എംപയർ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇത്. ദെൻ അതേപോലെ ഈ ഹ്യൂനൻസ് ഇൻവാഷൻ വന്നു. അതേപോലെ തന്നെ എക്കണോമിക് പ്രോസ്പെറിറ്റി. കാരണം ഏറ്റവും ആദ്യ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഏരിയയിലായിരുന്നു. പക്ഷേ ഹൂനൻ ഇൻവാഷൻ വന്നു. അതിനുശേഷം ആ എംപയർ വളരെ വീക്ക് ആവാൻ തുടങ്ങി. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഗോൾഡ് കോയിനൊക്കെ കൂടുതലുള്ളത് അലോയിസ് ആയിരുന്നു. അലോയി കോയിൻസ് ആയിരുന്നു കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ വിവരങ്ങളൊക്കെ കിട്ടുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കാലഘട്ടത്തിലൊക്കെ എക്കണോമി വളരെ വളരെ പൂറായിരുന്നു. ഓക്കെ, അത് മറ്റൊരു കാരണമാണ്. പിന്നെ ഈ പറയുന്ന ബ്രാഹ്മൺസിനും അതേപോലെയുള്ള ആൾക്കാർക്കും ഒക്കെ ടാക്സ് മീൻസ് ഗ്രാൻഡ് ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ടാക്സ് അവരുടെ നിന്ന് വാങ്ങാതിരിക്കുന്നു, ചാരിറ്റി കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. അപ്പൊ ഈ രീതിയിലൊക്കെ ലാൻഡൊക്കെ റിലീജിയസ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എംപയർ ഒരു പ്രയോജനമില്ലാതെ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന രീതിയിലായിരുന്നു. അതൊക്കെ മറ്റൊരു കാരണമായിട്ട് വരും. അതിനുശേഷം ഈ ഗുപ്ത പീരീഡ് ഡിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ കിങ്ഡംസ് ഉണ്ടാകുന്നത്. അത് നമ്മുടെ വെസ്റ്റ് ബംഗാൾ റീജിയൻസ്, അതേപോലെ രാജസ്ഥാൻ, ഗുജറാത്ത് ഈ പറയുന്ന ഭാഗങ്ങളിൽ കൂടെയൊക്കെ ന്യൂമറസ് ആയിട്ടുള്ള മറ്റു ചില ഡിനാസ്റ്റീസ് വന്നു. അതിന്റെ പേര് നിങ്ങൾ പഠിച്ചിരിക്കണം. അത് ഒന്ന് പുഷ്യഭൂതി. പുഷ്യഭൂതി എന്ന് പറയുന്നത് താനേശ്വറിലാണ് പുഷ്യഭൂതി. അതേപോലെ മൗഖാരീസ് എന്ന് പറഞ്ഞാൽ കെനൌജ്. ഓക്കെ, ദെൻ മൈത്രകാസ് വല്ലഭി. ഈ മൂന്നെണ്ണം നമുക്ക് നോക്കാനുണ്ട്. ഈ മൂന്ന് ചെറിയ ഡിനാസ്റ്റീസ് ആണ്. അതേപോലെ തന്നെ പെനിസുലാർ റീജിയനിലേക്ക് നോക്കുമ്പോഴത്തേക്കും ചാലുക്യാസും പല്ലവാസും ഇതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റൂളേഴ്സ് ആണ്. ഇവരൊക്കെ കുറെ റീജിയൻസ് ഇങ്ങനെ അക്വയർ ചെയ്ത് കോൺകെയർ ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു. ദെൻ ഡെക്കാൻ നോർത്തേൺ തമിഴ്നാട് റീജിയൻസ് നമ്മൾ പല്ലവാസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡെക്കാനിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ചാലുക്യൻസിന്റെ റൂളറാണ് പുലകേശൻ. വളരെ സ്ട്രോങ് റൂളറാണ് പുലകേശൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നോക്കാൻ പോകുന്നത് ഈ പറഞ്ഞ പുഷ്യഭൂതീസ്, ദെൻ മൗഖാരീസ്, അതുപോലെ മൈത്രകാസ്. ഇവരെ 3 പേരെ പറ്റി നോക്കാം. സോ ഈ മൈത്രകാസ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു താനേശ്വറാണ് ഇവരുടെ റീജിയൻ. ഇൻഡിപെൻഡന്റ് കിങ്ഡം, വെസ്റ്റ് ഇന്ത്യയിലെ ഒരു ഇൻഡിപെൻഡന്റ്
വെസ്റ്റേൺ ഇന്ത്യയിൽ ഒരു ഇൻഡിപെൻഡന്റ് കിങ്ഡം ആയിട്ട് ചെറിയ രീതിയിൽ ഒരു കിങ്ഡം ആയിട്ട് റൈസ് ചെയ്തതാണ്. ഇതിന്റെ ഈ ഒരു മൈത്രദാസിന്റെ അതേ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ ഹർഷവർദ്ധനയൊക്കെ വരുന്നത്. ഓക്കെ, ഈ ഹ്യുവൻ സാങ് എന്ന് പറയുന്ന ഒരു ട്രാവലറിന്റെ ബുക്ക് വഴിയാണ് നമുക്ക് ഈ വിവരങ്ങളൊക്കെ കിട്ടുന്നത്, ഇങ്ങനെയുള്ള ചില കിങ്ഡംസ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ അതിനുശേഷം വല്ലഭിയായിരുന്നു ഈ പറയുന്ന മൈത്രദാസിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നു. ഇത് ലേണിങ്ങിന്, സിറ്റി ഓഫ് ലേണിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതേപോലെ ട്രേഡ് വളരെ കൂടുതൽ നടന്നിട്ടുണ്ടായിരുന്നു. ദെൻ മൗഖറീസ് എന്ന് പറഞ്ഞാൽ കനൗജിലായിരുന്നു ഇവരെ റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ടും വെസ്റ്റ് പടിഞ്ഞാറ് യു പി പ്രദേശങ്ങളിലായിരുന്നു. പക്ഷെ ഇതൊക്കെ പിന്നീട് ഡിഗ്രേഡ് ചെയ്തൊക്കെ പോകാനായിട്ട് വളരെ എളുപ്പമായിരുന്നു. ഇവര് സാമന്ത രാജാക്കന്മാർ എന്നൊക്കെയുള്ള പേര് ഇവര് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശശാങ്ക എന്ന് പറയുന്ന ഒരു റൂളർ ഇതിന്റെ അകത്തുണ്ടായിരുന്നു. ദെൻ അതേപോലെ പുഷ്യഭൂതീസും ഹർഷാസും അവരുടെ ക്യാപിറ്റല് താനേശ്വരിൽ നിന്നും കനൗജിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അത് അഡ്മിനിസ്ട്രേഷൻ കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ താനേശ്വരിലെ പുഷ്യഭൂതീസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ആദ്യം അവരുടെ താനേശ്വരായിരുന്നു, പിന്നീട് അത് കനൗജിലേക്ക് മാറ്റുമായിരുന്നു. ദെൻ ഹർഷവർദ്ധനെ സംബന്ധിച്ച് ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നോക്കി പോകാൻ ഉള്ള ടോപ്പിക്സ് മാത്രമാണ്. ദെൻ ഹർഷവർദ്ധനെ പറ്റിയുള്ള ജീവചരിത്രം മീൻസ് ബയോഗ്രഫി എഴുതിയതാണ് ബാണഭട്ട. ഹർഷചരിത എന്നാണ് ഇതിന്റെ പേര്. ഹർഷചരിത എഴുതിയത് ബാണഭട്ടനാണ്. ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പേരുകളും ബുക്സും ഒക്കെയാണേ. ദെൻ അതേപോലെ ഈ ഹർഷവർദ്ധനൻ താനേശ്വരിൽ നിന്നും ക്യാപിറ്റല് കനൗജിലേക്ക് മാറ്റിയിട്ട് അഡ്മിനിസ്ട്രേഷൻ ഡെവലപ്പ് ചെയ്ത് കുറച്ചുകൂടെ ഏരിയാസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. പക്ഷെ ഇവിടെ പുലകേശൻ II എന്ന് പറയുന്ന ഒരു റൂളർ ഉണ്ട്. അത് ചാലൂക്യൻ റൂളറാണ്. ഈ ചാലൂക്യ റൂളർ ആയിട്ടുള്ള പുലകേശൻ വളരെ സ്ട്രോങ് ആണ്. ഇദ്ദേഹം ഹർഷവർദ്ധനെ ഡിഫീറ്റ് ചെയ്തു. സോ അങ്ങനെ ഹർഷവർദ്ധന്റെ ഡെത്തോടു കൂടി ഇവിടെ ഒരു പൊളിറ്റിക്കൽ കൺഫ്യൂഷൻ നടക്കുകയാണ് ഈ ഒരു AD 647 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ. ആ സമയത്താണ് നമ്മുടെ ഡെക്കാൻ റൂളേഴ്സ് ആയിട്ടുള്ള ഗുജാര ഫ്രം ഗുജറാത്ത്, ദെൻ രജ്പുത് റൂളേഴ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും, രാജസ്ഥാൻ റീജൻസ്, ദെൻ അതേപോലെയുള്ള ആൾക്കാർ ഗുജാര, പ്രതിഹാര, രജ്പുത് റൂളേഴ്സ് ഒക്കെ വരാൻ തുടങ്ങിയത്. ഓക്കെ, ഇതെല്ലാം ഡെക്കാൻ റീജിയൻ ആണ്. ഇന്ത്യയുടെ നോർത്ത് റീജൻസിലായിരുന്നു, വടക്ക് ഭാഗങ്ങളിലാണ് ഇതെല്ലാം നടക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി പെനിൻസുലാർ ഇന്ത്യ, അതായത് ആ ഒരു മധ്യപ്രദേശ് ആ ഭാഗങ്ങളിലൊക്കെ അവിടെ എന്തെല്ലാം മാറ്റങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. അവിടെ ഉള്ള ഒരു ഡിനാസ്റ്റിയാണ് വക്കട്ടക്ക. ഇവിടുത്തെ ഓരോ ഡിനാസ്റ്റിയെ പറ്റി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ ഏതൊക്കെ റൂളേഴ്സ് ഉണ്ട്, ഏതൊക്കെ ഡിനാസ്റ്റീസ് ഉണ്ട് എന്ന് മാത്രം നോക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ എടുത്തു പറയുന്നുണ്ട്, അതിലേക്ക് ഫോക്കസ് ചെയ്യുക. സോ പെനിൻസുലാർ ഇന്ത്യയെ സംബന്ധിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ലോക്കൽ പവർ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വക്കട്ടക്ക. അപ്പൊ ഇത് മഹാരാഷ്ട്ര, വിദർഭ ഈ ഒരു റീജിയൻസ് ഒക്കെ ആയിരുന്നു. ഗുജറാത്തിന്റെ കുറച്ച് ഭാഗങ്ങളും ഒക്കെയാണ് ഇവിടെ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു രുദ്രസേനയുടെ കാര്യം, അതേപോലെ ഗുപ്താസുമായിട്ട് ഇത് എങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഇത് ഒരു ഗുപ്ത ഫാമിലിയൊക്കെ ആയിട്ട് പിന്നീട് അങ്ങോട്ട് പോയെങ്കിലും ഒരു അധിക കാലമൊന്നും ഇതും നിലനിന്നിരുന്നില്ല. കാരണം മറ്റ് റൂളേഴ്സ്, ഇങ്ങനെ ചാലൂക്യ റൂളേഴ്സ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് വളരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിനുശേഷം ഈ ചാലൂക്യസിനെ പറ്റി തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ അറിയാനുണ്ട്. ഒന്ന്, ഇത് ഡെക്കാൻ സൗത്ത് ഇന്ത്യൻ റീജിയനിലാണ് ഈ പുലകേശൻ എന്ന് പറയുന്ന ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള റൂളർ സപ്പോർട്ട് ചെയ്ത നമ്മുടെ ചാലൂക്യ ഡിനാസ്റ്റി ഉണ്ടായിരുന്നത്. ഈ കിങ്ഡം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും വലുതാക്കാനുള്ള ശ്രമമായിരുന്നു. കാരണം അത്രത്തോളം സ്ട്രോങ് ആയിരുന്നു അവരുടെ പൊളിറ്റിയും ഓർഗനൈസേഷൻ പവറും ഒക്കെ. ഗ്രേറ്റസ്റ്റ് റൂളറായിട്ട് ഇവിടെ കണക്കാക്കുന്നതാണ് പുലകേശൻ II. ഇദ്ദേഹത്തിനെ ദക്ഷിണ പാദേശ്വര അല്ലെങ്കിൽ ലോർഡ് ഓഫ് സൗത്ത് എന്ന് വരെയായിരുന്നു വിളിച്ചിരുന്നത്. അപ്പൊ മനസ്സിലാക്കാമല്ലോ എത്രത്തോളം അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് ഉണ്ടായെന്ന്. അപ്പൊ നോക്കിക്കേ, ഇതാണ് ഡെക്കാൻ റീജിയൻ. ഈ ഡെക്കാൻ സൗത്ത് ഇന്ത്യ റീജിയൻസിന്റെ അകത്ത് ഈ ഒരു ഭാഗത്താണ് ഈ പറയുന്ന രീതിയിലുള്ള ചാലൂക്യാസൊക്കെ ഈ ഭാഗത്തൊക്കെ വരും കേട്ടോ. ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്താണ് കിടക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ പാണ്ഡ്യാസ്, ചോളാസ്, ചേരാസ് ഒക്കെ വരുന്നത്. ദെൻ അടുത്ത സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും മറ്റൊരു ഫേമസ് ആയിട്ടുള്ളതാണ് പല്ലവാസ്. ഈ പല്ലവാസ് എന്ന് പറഞ്ഞാൽ കൂടുതലും സൗത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്ധ്രാപ്രദേശ് റീജിയൻ ഒക്കെ ആകുമ്പോഴത്തേക്കുമാണ് ഇവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തമിഴ്നാട്ടിലെ
കാഞ്ചിയാണ് ഈ പല്ലവാസിന്റെ ക്യാപിറ്റൽ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇതൊരു ട്രേഡ് ആൻഡ് കൊമേഴ്സ് സെന്ററും കൂടെയാണ്. ഈ കൂടുതലും പോർട്ടുകളൊക്കെ അടുത്തായതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള കൾച്ചറൽ അമാൽഗമേഷനും ഈ റീജിയൻസിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതേപോലെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുക. അതായത് ഈ പല്ലവാസ് എല്ലാ ദിവസവും മഹേന്ദ്രവർമ്മൻ, പല്ലവാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് മഹേന്ദ്രവർമ്മൻ. ഈ മഹേന്ദ്രവർമ്മനും അതേപോലെ തന്നെ നരസിംഹവർമ്മനും ഒക്കെ പല്ലവ റൂളേഴ്സ് ആണ്. മഹേന്ദ്രനും അതേപോലെ നരസിംഹവർമ്മനും ഒക്കെ ഇവര് മിക്കപ്പോഴും ചാലൂക്യാസ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും ഉണ്ടാവും. പല്ലവൻ അതേപോലെ ചാലൂക്യ, ഡെക്കാനും സൗത്ത് ആ റീജിയൻസിലുള്ള രണ്ട് റൂളേഴ്സ് ആണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കത്തില്ല. അതേപോലെ തന്നെ ചാലൂക്യ വാതാപിയാണ്. വാതാപി എന്ന് പറയുന്ന നോർത്ത് റീജിയൻ ആണ് ഇവരുടെ സ്പേസ്. സോ അതേപോലെ തമിഴിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചോള പാണ്ഡ്യ ഇവര് തമ്മിലും ഈ അടി അങ്ങോട്ട് നടക്കുക. അതായത് സൗത്തിൽ നോക്കുകയാണെങ്കിൽ ചോളാസും പാണ്ഡ്യാസും തമ്മിൽ എപ്പോഴും കോൺഫ്ലിക്റ്റാണ്, അടിയാണ്. ചോളാസാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, ഇനി നോർത്ത് അല്ലെങ്കിൽ ഡെക്കാൻ റീജിയനിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ചാലുക്യാസും അതേപോലെ തന്നെ നമ്മുടെ പല്ലവാസും തമ്മിലായിരിക്കും എപ്പോഴും അടി. സൗത്തില് ചോളാസും ചേരാസും മാത്രമല്ല പാണ്ഡ്യാസും ഉണ്ട്. അവരും ഒട്ടും മോശമല്ലാത്ത ആൾക്കാരാണ്. ഈ പറയുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഏറ്റവും കൂടുതൽ നടക്കുന്നതാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പാണ്ഡ്യ പല്ലവ. ഓക്കെ, അതിനുശേഷം കൾച്ചറലി ദ റീജിയൻ ഇമ്പോർട്ടൻറ്റ് ടു ഗ്രോത്ത് ഓഫ് തമിഴ് ഭക്തി ലിറ്ററേച്ചർ, അതായത് ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഒക്കെ അവിടെ വരാൻ തുടങ്ങി. ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിന്റെ മാറ്റമാണ്. ഇവിടെ അങ്ങനെയുള്ള ചില ടെമ്പിൾസും ഉണ്ട്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ മഹാബലിപുരം അതിനൊരു എക്സാമ്പിൾ ആണ്. അതായത് നമ്മുടെ പത്മനാഭസ്വാമി ടെമ്പിള്, മധുര മീനാക്ഷി ടെമ്പിള്, ഇതെല്ലാം അവിടെയൊക്കെ ഒരു ഏകദേശം ഒരേപോലെ നമുക്ക് ആ ആർക്കിടെക്ചർ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിന് 1-2 എക്സാമ്പിൾ പഠിച്ചു വെക്കാം. മഹാബലിപുരം നല്ലൊരു എക്സാമ്പിൾ ആണ് ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ.